അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള മലക്കുകളിലുള്ള വിശ്വാസം എന്ന പഠന പരമ്പരയിൽ മലക്കുകളുടെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്, അതിൽ പ്രധാനിയായ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഇന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ വരുന്ന വ്യത്യസ്തങ്ങളായ രീതികളും അതുപോലെ തന്നെ വഹ്യ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അനുഭവപ്പെടുന്ന വ്യത്യസ്തങ്ങളായ രീതികളും മാത്രമല്ല, ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ വഹ്യുമായി വരുന്ന വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഉണ്ടായിരുന്ന ചില മാറ്റങ്ങൾ, ഭാവപ്പകർച്ചകൾ, സ്വഭാവ വ്യത്യാസങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ യഥാർത്ഥമായ രൂപത്തിൽ അവിടുന്ന് 2 തവണയാണ് വന്നത് എന്ന് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. മറ്റൊരു രീതി യഥാർത്ഥമായ രീതിയിലല്ലാത്ത, അവിടുത്തെ സാക്ഷാൽ രൂപത്തിലല്ലാത്ത രീതിയിൽ വന്നതാണ്. അതും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മറ്റു ചില വിവരങ്ങളിലേക്കാണ് നമുക്ക് പോകുവാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ. സഹാബിമാർ പ്രവാചകനോടൊരിക്കൽ ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, കൈഫ യഅ്തീകൽ വഹ്യു, എപ്രകാരമാണ് അങ്ങേക്ക് വഹ്യ് ലഭിച്ചിരുന്നത്, വന്നിരുന്നത്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്യാനൻ, ചിലപ്പോൾ യഅ്തീനി മിസ്ല സ്വൽസലത്തിൽ ജറസി, ഒരു മണിനാദം പോലെ, ഒരു ബെല്ല് മുഴങ്ങുന്ന ഒരു ശബ്ദം പോലെയാണ് എൻ്റെ അടുക്കൽ വഹ്യ് വരിക. വഹുവ അശദ്ദുഹു അലയ്യ, അതെനിക്ക് വല്ലാത്ത പ്രയാസമുള്ള ഒരു രീതിയാണ്. ബെല്ല് മുഴങ്ങുന്നത് പോലെ ഒരു ശബ്ദമാണ് എൻ്റെ കാതിൽ മുഴങ്ങുക. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നും, കഠിനമായ ഒരവസ്ഥയാണ് എനിക്കുണ്ടാവുക. ഫയുഫ്സമു അന്നി, പിന്നീട് അത് എന്നിൽ നിന്ന് വിട്ട് മാറും, അത് പിന്നെ മുറിഞ്ഞു പോകും. അപ്പോഴേക്ക് വഖദു വഅയ്തു അൻഹു മാ ഖാല, എന്താണോ ജിബ്രീൽ പറഞ്ഞത് അത് ഞാൻ ഹൃദിസ്ഥമാക്കിയിട്ടുണ്ടാകും. അതാണ് ഒരു രീതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇവിടെ ആ നിലക്കുള്ള ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ പ്രവാചകന് അനുഭവപ്പെടുന്ന ആ ഒരു മാനസികമായ അവസ്ഥയാണ് ഇവിടെ ആ പറഞ്ഞതെന്ത്, അത് എനിക്ക് വല്ലാത്ത ഒരു കാഠിന്യം അനുഭവപ്പെടുന്ന സമയമാണ് എന്ന്. മൂന്നാമത്തെ രൂപം നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതാണ്, മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരലാണ്. മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോൾ സഹാബിമാരും അത് കാണും. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ 1-2 തവണ ഒരിക്കൽ ദഹിയത്തുൽ കൽബി എന്ന സഹാബിയുടെ രൂപത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്കാർക്കും പരിചയമില്ലാത്ത ഒരാളുടെ വേഷത്തിൽ വന്ന് ഈമാനും ഇസ്ലാമും ഇഹ്സാനും ഒക്കെ പ്രവാചകന്റെ മുമ്പിൽ നിന്ന് ഒരു ചോദ്യോത്തര രൂപത്തിൽ കേൾവിക്കാരെ പഠിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ ആഗതനായ സംഭവം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വാഹിയാനൻ, മറ്റു ചിലപ്പോൾ യതമസ്സലുലിയൽ മലക്കു. അപ്പം ഈ മണിനാദം മുഴങ്ങുന്ന സമയത്ത് ജിബ്രീലിനെ തീരെ കാണൂല, ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയുള്ളൂ. അതേ അവസരത്തിൽ ഈ ഘട്ടത്തിലോ ആളെ കാണും. ഫയുകല്ലിമുനി, എന്നിട്ട് ആ വ്യക്തി എന്നോട് സംസാരിക്കും. ഫഅഈ മാ യഖൂലു, അദ്ദേഹം പറയുന്നത് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കും, അത് ഞാൻ കൃത്യമായി മനഃപ്പാഠമാക്കുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വരുന്ന മാറ്റങ്ങൾ ഹദീസുകളിൽ നമുക്ക് വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കും. ഒന്ന്, ആ സമയത്ത് സഹാബിമാർക്ക് പോലും അന്നഹും കാനൂ യസ്മഊന ഇൻദ വജ്ഹിഹി, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ആ വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചുറ്റുഭാഗത്തുള്ള സഹാബിമാർ പറയാണ്, പ്രവാചകന്റെ മുഖത്തിൻ്റെ സമീപത്ത് നിന്നിങ്ങനെ കേൾക്കാമായിരുന്നു എന്നാണ്.
സഹാബത്ത് പറയുന്നുണ്ട്, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാനൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഉൻസില അലൈഹിൽ വഹ്യു, അവിടുത്തേക്ക് വഹ്യ് അവതരിപ്പിക്കപ്പെടുന്നതായാൽ സമിഅ ഇൻദ വജ്ഹിഹി, അവിടുത്തെ മുഖത്തിന്റെ അടുക്കൽ നിന്ന് കേൾക്കും കദുവിയിൻ നഹ്ലീൻ, അതായത് തേനീച്ച ഇരമ്പുന്നത് പോലെ ഒരു ശബ്ദം സഹാബികൾ കേൾക്കുകയാണ്. തേനീച്ച ഇരമ്പുന്നത് പോലെയുള്ള ഒരു മൂളൽ ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചിരുന്നു എന്ന് ഇവിടെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാർക്കാണ് ആ തോന്നൽ. അത് നമ്മൾ മനസ്സിലാക്കണം, നബിക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് മണിനാദം പോലെയാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഒരു മണി ബെല്ല് മുഴങ്ങുന്നത് പോലെയുള്ള ഒരു ശബ്ദം. അപ്പൊ സഹാബിമാർക്ക് അതെന്താ, ഒരു ഈ തേനീച്ച മുഴങ്ങുന്നത് പോലെ, തേനീച്ചകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ അതിൻ്റെ ഒരു പ്രത്യേക സൗണ്ടിൽ ഇങ്ങനെ ഒരു മുഴക്കം, അതുപോലെയാണ് ഞങ്ങൾക്കത് അനുഭവപ്പെട്ടിരുന്നത് എന്ന് സഹാബിമാരെ സംബന്ധിച്ചിടത്തോളം അവരതിനെ സാദൃശ്യപ്പെടുത്തിയത് അപ്രകാരമാണ്. ഇനി രണ്ടാമത്തെ ഒരു സംഗതി എന്താണ്, പ്രവാചകന് ഇങ്ങനെ ഈ രൂപത്തിലുള്ള വഹി വരുന്ന വേളയിൽ കഠിനമായി വിയർക്കും അവിടുന്ന്. ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നുണ്ട്, വലഖദ് റഅയ്തുഹു യൻസിലു അലൈഹിൽ വഹ്യു, ഞാൻ പ്രവാചകനെ കണ്ടിട്ടുണ്ട് എപ്പോൾ അവിടുത്തേക്ക് വഹി ഇറങ്ങുന്ന വേളയിൽ, ഫിൽ യൗമി ശദീദിൽ ബർദി, കഠിനമായ തണുപ്പുള്ള ദിവസം പോലും, ഫയഫ്സിമു അൻഹു, എന്നിട്ട് അത് അവിടുന്നാണ് ആ വഹിയാണ്ട് അവസാനിക്കുമ്പോഴേക്ക് വഇന്ന ജബീനഹു ലയതഫസ്സദു അറഖാ, അവിടുത്തെ നെറ്റിത്തടത്തുനിന്ന് ഇങ്ങനെ വിയർപ്പ് ഇങ്ങനെ ഒന്നാകെ ഒഴുകുന്നതായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. കഠിനമായ നല്ല അതീവ തണുപ്പുള്ള ദിവസം പോലും ഇങ്ങനെയാണ്, വഹിയാൻ വെട്ടുന്നു പോകുമ്പോഴേക്ക് നന്നായിട്ട് ഇങ്ങോട്ട് വിയർത്തൊലിക്കും അവിടുന്ന് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ സംഭവത്തെ സംബന്ധിച്ച് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ ഇത് വിശദീകരിച്ചിടത്ത് പറയുന്നുണ്ട്, അത് നമ്മെ അറിയിച്ചു തരുന്ന കാര്യം എന്താണ്, അലാ കസറത്തി മുആനാത്തി തഅബി വൽ കർബി, നബിക്ക് വല്ലാത്ത ക്ഷീണവും പ്രയാസമൊക്കെ ഉണ്ടാക്കിയിരുന്നു അത് ഇന്ദ നുസൂലിൽ വഹി, വഹി ഇറങ്ങുന്ന വേള, ലിമാ ഫീഹി മിൻ മുഖാലിഫത്തിൽ ആദ, കാരണം അത് സാധാരണക്ക് വിരുദ്ധമായ ഒരു വലിയ സംഗതിയല്ലേ. ലിമാ ഫീഹി മിൻ മുഖാലഫത്തിൽ ആദ, അതായത് എന്താണ്, ധാരാളമായ നിലക്ക് അവിടുന്ന് വിയർത്തൊലിക്കാൻ അതികഠിനമായ നിലക്ക് തണുപ്പുള്ള ദിവസമായിരുന്നിട്ട് പോലും. അപ്പൊ അത്രത്തോളം പ്രവാചകന് ആ ഘട്ടത്തിൽ എന്ത് വരുന്നുണ്ട്, മാനസികമായി വല്ലാത്തൊരു പ്രയാസം വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹ അനുഭവം പറയുന്നുണ്ട് വീണ്ടും, ഹത്താ ഇന്നഹു ലയതഹദ്ദറു മിൻഹു മിസ്ലുൽ ജുമാനി, മുത്തുമണികൾ ഉതിർന്നു വീഴും പോലെ, മിനൽ അറഖി, അവിടുത്തെ ശരീരത്തിൽ നിന്ന് വിയർപ്പുകൾ മുത്തുമണികൾ ഇങ്ങനെ താഴോട്ട് ഉരുണ്ട് ചാടും പോലെ ഉരുണ്ട് ചാടുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. പ്രവാചകന് ആ ഇറക്കപ്പെട്ടിട്ടുള്ള വഹീന്റെ ഭാരം നിമിത്തം അതീവമായ തണുപ്പുള്ള സമയത്ത് പോലും ഈ സംഭവം ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന നേരത്തെ ഇറങ്ങിയ വഹി ഏതാണെന്നറിയോ? ആയിഷമ്മ ബീവിയെ സംബന്ധിച്ച് മുനാഫിക്കുകളും യഹൂദികളും ആരോപണം പറഞ്ഞു പരത്തിയതിൻ്റെ ശേഷം നാളുകൾ കഴിഞ്ഞിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ജിബ്രീൽ ആയത്തിറക്കിയ ആ വഹീന്റെ വേളയിലെ അനുഭവമാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇവിടെ ഈ പങ്കുവെച്ചിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ അനുഭവപ്പെടുന്ന മറ്റൊന്നെന്താണ്, വലിയൊരു ഭാരം പ്രവാചകൻ ഇങ്ങനെ കയറും, നബിൻ്റെ വെയിറ്റ് കൂടും, അപാരമായ ഭാരമേറിയിരുന്നു എന്നാണ് വഹീണ് വരുമ്പോൾ. അത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്നുണ്ട്. എന്താ അനുഭവം? അദ്ദേഹം പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ഒരു ദിവസം വാഹനപ്പുറത്തിരിക്കുകയാണ്. ഫഅൻസലല്ലാഹു തബാറക വതആല അലാ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾക്ക് അല്ലാഹു തആല അവിടെ വഹി ഇറക്കുകയാണ്. ആ നേരത്ത് വഫഖിദുഹു അലാ ഫഖിദി, അവിടുത്തെ കാൽത്തൊട, വാഹനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാല് പിണച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ പ്രവാചകന്റെ കാൽത്തൊട എൻ്റെ കാൽത്തൊടയുടെ മുകളിലാണ്. ഫസഖുലത്ത് അലയ്യ, അങ്ങനെ എനിക്കത് അപാരമായൊരു ഭാരം, സാധാരണഗതിയിലുള്ളൊരു വെയിറ്റ് അല്ല ആ സമയത്ത് എനിക്ക് തോന്നിയത്. ഹത്താ ഖിഫ്തു അൻ തറുദ്ദ ഫഖിദി, കണ്ടോ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയണം, എൻ്റെ തൊടയല് പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അത്ര ഒരു വെയിറ്റ്, വഹിയാണ് പോയാതില്ല,
വഹി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒട്ടകപ്പുറത്തായിരിക്കെ ഒരിക്കൽ സെയ്ദ് റളിയല്ലാഹു ബാക്കിലിരിക്ക് അദ്ദേഹത്തിൻ്റെ കാൽത്തൊട പ്രവാചകൻ്റെ കാൽത്തൊടയുടെ അടിയിലാണ്. ആ സമയത്ത് അനുഭവപ്പെട്ട ആ ഭാരം സെയ്ദ് റളിയല്ലാഹു തആല അൻഹു പങ്കുവെക്കുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഇൻകാന ലയൂഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ അലാ റാഹിലതിഹി ഫതളിബു ബിജിറാനിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒട്ടകപ്പുറത്ത് വാഹനപ്പുറത്തായിരിക്കെ വഹി വരുന്ന നിമിഷം എന്തു ചെയ്യും? ആ വാഹനം അതിൻ്റെ കഴുത്ത് ഭൂമിയിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് പരത്തി വെക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ കഴുത്ത് ഭൂമിയിലേക്ക് ഇങ്ങോട്ട് ഒട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഭാരം കൊണ്ടേ ഒട്ടകത്തിൻ്റെ കഴുത്ത് ഇങ്ങനെ നിലത്ത് ഇങ്ങനെ പരത്തി അമർത്തി വെക്കുന്ന കാഴ്ചയാണ് കാണാറുള്ളത്. അപ്പോൾ അപാരമായൊരു ഭാരം ആ ഒട്ടകത്തിന് തന്നെ അനുഭവപ്പെടുകയാണ് എന്നാണ് ഇവിടെ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി അതേപോലെ തന്നെ കഠിനമായൊരു വിഷമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായിരുന്നു. അതും ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ ആ ഹദീസുൽ ഇഫ്ക് അഥവാ ആരോപണത്തെ നിഷേധിച്ചുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആരോപണമുക്തയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ, കുറ്റവിമുക്തയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വഹി ഇറങ്ങുന്ന വേളയിലുണ്ടായ അനുഭവം ആയിഷ ബീവി വീണ്ടും പങ്കുവെക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ നേരത്ത് ഫഅഖദഹു മാ കാന യഅഖുദുഹു മിനൽ ബുർഹാഇ എന്നാണ്, അവിടത്തേക്ക് ശിദ്ദത്തുൽ കർബ് ഉണ്ടായി എന്നാണ്. ശിദ്ദത്തുൽ കർബ് ശരീരം തന്നെ, ശിദ്ദത്തുൽ ഹുമ്മ അതികഠിനമായൊരു പനിയുള്ളതുപോലെ, നല്ല ചൂട് ശരീരം, അതുപോലെ തന്നെ അപാരമായ വിഷമം ഒക്കെ അനുഭവപ്പെട്ടിരുന്നു. കൊണ്ട് ആ വഹി ജിബ്രീൽ ആ സന്ദർശിക്കുന്ന വേളയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ആ പറയുന്നത്. ഒക്കെ വഹീൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ പ്രവാചകൻ അനുഭവിച്ചു കൊണ്ടിരുന്ന വിഷമങ്ങളും ഭാവപ്പകർച്ചകളും സ്വഭാവ വ്യത്യാസങ്ങളുമൊക്കെയാണ് പറയുന്നത്. ഇനിയും കേൾക്കൂ, മുഖം വിവർണമാകും എന്നാണ്. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, കാന നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഉൻസില അലൈഹിൽ വഹ്യു കുരിബ ലിദാലിക വതറബ്ബദ വജ്ഹുഹു. എന്താ അവിടെ പറയുന്നത്? നബിക്ക് വഹി ഇറങ്ങുന്ന വേളയിൽ വല്ലാത്തൊരു വിഷമത്തിലാകും പ്രവാചകൻ. വതറബ്ബദ വജ്ഹുഹു, അവിടുത്തെ മുഖം വിവർണമാകും. എന്തോ ഒരു പ്രത്യേകമായ കളറ് പൊടിയൊക്കെ പിടിച്ച് ഇരുണ്ടതുപോലെ അവിടുത്തെ മുഖം, ആ വെളുത്ത സുന്ദരമായ മുഖം ഇങ്ങനെ ഒരു കറുപ്പ് നിറത്തിലേക്ക് ഇങ്ങനെയാണ് ഭാവപ്പകർച്ച വരുന്നതൊക്കെ, നിറപ്പകർച്ചയൊക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെടും എന്നാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതെന്താ? വഹീനെ പറ്റി അള്ളാഹു തആല വിശേഷിപ്പിച്ചതെന്താ? പരിശുദ്ധ ഖുർആനിൽ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ, നാം താങ്കൾക്ക് ഇട്ട് തരുന്നത് ഖൗലൻ സഖീലാ, ഭാരമേറിയ വാക്കാണ്, ഭാരമേറിയ വാക്കാണ് ഞാൻ ഇട്ട് തരുന്നത് എന്ന്. അതേപോലെ തന്നെ യഅ്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ അനുഭവം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉംറയുടെ വേളയിൽ ഒരിക്കൽ ഒരാളൊരു ചോദ്യം ചോദിക്കുകയാണ്. ഉംറ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുന്ന വേളയിൽ അവിടുന്ന് പറയുന്നുണ്ട്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ സമയത്ത് വഹി വരുന്ന ആ ഒരു ഘട്ടം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ സമയത്ത് മുഹമ്മറുൽ വജ്ഹി എന്നാകണ്ട്, മുഖം കണ്ട് ചുവന്നിരിക്കുന്നു, കണ്ടോ, വ്യത്യസ്തമായ വേറൊരു കളർ. യഗിത്തു സാഅത്തൻ, അതിങ്ങനെ ഒരു മണിക്കൂറോളം നീണ്ടു നിന്ന നിലക്ക്. പിന്നീട് അതാണ്ട് ഒഴിവായി കഴിഞ്ഞേക്ക് നബി ചോദിച്ചു, ഐനല്ലദീ സഅലനി അനിൽ ഉംറ ആനിഫ, ഉംറൻ്റെ മസ്അല എന്നോട് ചോദിച്ച ആൾ എവിടെ പോയി? അപ്പോൾ ആ വഹി കിട്ടുന്ന നേരത്തൊന്നും പറയുന്നില്ല, കഴിഞ്ഞേക്കാണ്. അപ്പം ആ മുഖം വിവർണമായി. അപ്പം ഇവിടെ ഇപ്പം ചുവന്ന കളറായി എന്നാണല്ലോ പറയുന്നത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ രണ്ട് ഹദീസുകളും കൂടെ ജംഅ് ചെയ്തുകൊണ്ട് ഇവിടെ പറഞ്ഞു, നിറപ്പകർച്ച എന്ന് പറയുന്നത് ആദ്യം അത് ഒരു ചുവന്ന കളറായി മാറി, പിന്നീട് അത് കറുപ്പ് കളറിലേക്കായി മാറിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ രണ്ടും സംഭവിച്ചിട്ടുണ്ടാകും എന്നൊക്കെയാണ്. എന്തായിരുന്നാലും നോക്കൂ നിങ്ങൾ, ആ ഒരു വർണ്ണത്തിൻ്റെ മാറ്റം പോലും ആ മുഖത്ത് പ്രകടമാവുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം എത്രത്തോളം അവിടുത്തേക്ക് ആ വഹീൻ്റെ ആ ഒരു ഭാരം മാനസികമായി അവിടുത്തെ ബാധിക്കുന്നുണ്ട് എന്ന് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കണം. മറ്റൊരു സ്വഭാവം, തല താഴ്ത്തും, വസ്ത്രം കൊണ്ടിങ്ങനെ തല മൂടും എന്നാണ്. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു തആല അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു,
കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഉൻസില അലൈഹിൽ വഹ്യു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി ഇറങ്ങുന്ന നേരത്ത് നക്കസ റഅസഹു, തലങ്ങനെ താഴ്ത്തിപ്പിടിക്കും. വനക്കസ അസ്ഹാബുഹു റൂസഹും, അന്നേരം ആ ഒരു ഗാംഭീര്യം കാണുമ്പോൾ സഹാബിമാരൊക്കെ തല താഴ്ത്തും. ഫലമ്മ ഉത്ലി അൻഹു റഫഅ റഅസഹു, കണ്ടോ അതങ്ങ് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ട് വഹി അങ്ങ് അവസാനിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. അപ്പൊ അതും ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്. മാത്രമല്ല ഫജഅല യുഗത്തി റഅസഹു ബിസൗബിഹി എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. അവിടുത്തെ മുഖം, അവിടുത്തെ തല എന്ത് ചെയ്യും? വസ്ത്രം കൊണ്ട് ഇങ്ങനെ മൂടും. അങ്ങനെ അത് വല്ലാത്തൊരവസ്ഥ നബിക്ക് അങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലാകാറുണ്ട് എന്ന് മറ്റൊരവസരത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആ വ്യത്യാസത്തെ പറ്റി വിവരിച്ചു തരുന്നുണ്ട്. ഒക്കെ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ആ ഒരു സാമീപ്യം വരുന്ന ഘട്ടത്തിലുള്ള മാറ്റങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വേറൊന്ന്, നാവ് ധൃതിയിൽ ഇങ്ങനെ ചലിപ്പിക്കും, നാവിട്ടടിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ അങ്ങനെ നാവ് ധൃതിയിൽ ചലിപ്പിക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആന് വഹി ഇങ്ങനെ ഓതി കേൾപ്പിക്കുമ്പോൾ അതിങ്ങനെ പെട്ടെന്നാണ് മറന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ധൃതിയിൽ ഇങ്ങനെ പാരായണം ചെയ്യും. അപ്പോൾ ആയത്തിറങ്ങി അത് സംബന്ധമായിട്ട്, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, താങ്കളുടെ നാവ് താങ്കൾ ഇങ്ങനെ ചലിപ്പിച്ച് തിരക്ക് കൂട്ടേണ്ടതില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി വരുന്ന വെപ്രാളത്തിലും ബേജാറിലും അവിടുന്ന് ഇങ്ങനെ ധൃതിയിൽ നാവിട്ട് ചലിപ്പിക്കും. അപ്പോൾ അല്ലാഹു തആല സമാധാനിപ്പിക്കുകയാണ്, നിങ്ങൾ മറന്നുപോകില്ല, ബേജാറാവണ്ട. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന, അതിനെ ഒരുമിച്ച് കൂട്ടലും അതിനെ പാരായണം ചെയ്ത് കേൾപ്പിക്കലും അത് നിങ്ങളുടെ മനസ്സിൽ നിലനിർത്തലും അതിന് വ്യാഖ്യാനം കൊടുക്കലും ഒക്കെ നമ്മുടെ കടമയാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ, അത് മിണ്ടാതെ ശ്രദ്ധയോടെ കേട്ടോളൂ. പിന്നീട് താങ്കൾക്കത് കൃത്യമായി ഓതാൻ സാധിച്ചുകൊള്ളും, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വചനങ്ങൾ അവതരിപ്പിച്ചു. അത് കിട്ടിയതിൻ്റെ ശേഷം പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിന് പിന്നെ ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. കാരണം അള്ളാഹു ആശ്വസിപ്പിച്ചല്ലോ. പിന്നെ ശ്രദ്ധിച്ച് കേൾക്കും. ജിബ്രീലാണ് പോയാൽ ജിബ്രീൽ ഓതിക്കൊടുത്തതുപോലെ സഹാബിമാർക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ബുഖാരിയിലും മുസ്ലിമിലും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിൽ ഒരു പ്രത്യേക ശബ്ദം പ്രവാചകനിൽ നിന്ന് പുറപ്പെട്ടിരുന്നു എന്നാണ്. യഅ്ല ബിൻ ഉമയ്യത്ത് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിന് വഹി വരുന്ന വേളയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ നിന്ന് ഒരിക്കൽ ഞാനിതാ അങ്ങനെ കേൾക്കുകയാണ്. പ്രവാചകനിലേക്ക് നോക്കുമ്പോൾ എന്താണ്, ഒരു ഒട്ടകത്തിൻ്റെ ഒരു മുക്രയിടൽ ശബ്ദം, ഒരു കൂർക്കം വലിക്കുന്ന ശബ്ദം പോലെ ആ വിധത്തിലുള്ള ഒരു പ്രത്യേകമായ ശബ്ദം ചില അവസരങ്ങളിൽ എനിക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് സഹാബിമാരിൽ ചിലർ പറയുന്നു. ഇതെല്ലാം ആ വഹി വരുമ്പോഴുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ആ സാമീപ്യമുണ്ടാകുന്ന വേളയിലുണ്ടായിരുന്ന മാറ്റങ്ങളാണ്. ഇതല്ലാതെ കണ്ട് വിമർശകന്മാരായ ചില ആളുകളൊക്കെ ഇന്നും പറയുന്നുണ്ട്, നബിക്ക് വഹി വരുന്ന വേളയിൽ പ്രവാചകൻ കൈകാലിട്ടടിച്ച് അപസ്മാര രോഗികളെ പോലെ പെരുമാറിയിരുന്നു എന്നൊക്കെ ചില ആളുകൾ. അതെന്തിനാണെന്നറിയോ? പ്രവാചകൻ ഇങ്ങനെ കിട്ടുന്നതൊക്കെ എന്തോ ഒരു പൈശാചികമായ ബാധയായിരുന്നു. അങ്ങനെ കയ്യും കാലുമിട്ട് തല്ല് അപസ്മാര രോഗികളൊക്കെ കാണിക്കുന്നത് പോലെ എന്തൊക്കെയോ കാണിച്ചിരുന്നു എന്നൊക്കെയുള്ള ചില മിഷണറിമാർ ഇസ്ലാമിനെ വിമർശിക്കുവാൻ വേണ്ടി കള്ളക്കഥകളും കെട്ടുകഥകളും പ്രചരിപ്പിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ഈ വിഷയങ്ങളൊക്കെ വഹീൻ്റെ വേളയിൽ വന്നിട്ടുള്ള സഹിഹായ എല്ലാ സംഭവങ്ങളും പറഞ്ഞതെന്തിനാ? ഇക്കൂട്ടർ പറയുന്ന ഈ കള്ളത്തരങ്ങൾ ഒരു സ്ഥലത്തും വന്നിട്ടില്ല. അത് പ്രവാചകനെ ആക്ഷേപിക്കാനും വിമർശിക്കാനും വേണ്ടി പിൽക്കാലത്തുള്ള ആളുകൾ കൊണ്ടുപിടിച്ചുണ്ടാക്കിയ ദുരാരോപണങ്ങൾ മാത്രമാണ്. അല്ലാഹുവിൻ്റെ റസൂലിന് ഈ രൂപത്തിലുള്ള ഭാവപ്പകർച്ചകളൊക്കെ ഉണ്ടായി എന്നുള്ളതല്ലാതെ ബോധം പോയി ആകെ അങ്ങോട്ടൊരു ഭ്രാന്താവസ്ഥയിൽ കിടന്ന് കൈകാലുകൾ ഇട്ട് തല്ലി എന്തൊക്കെയോ പിച്ചും പേയും പറയുന്ന അവസ്ഥ വന്നിരുന്നു എന്നുള്ളത് ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ദുരാരോപണങ്ങൾ മാത്രമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെ യാതൊന്നും സംഭവിച്ചിട്ടില്ല. കൃത്യമായും വ്യക്തമായും ജിബ്രീൽ അലൈഹിസ്സലാം പറയുമ്പോൾ അത് അതിൻ്റെ ഗൗരവം കൊണ്ട് അവിടുത്തെ മാറ്റങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളതല്ലാതെ ജിബ്രീലാണ് പോയി കഴിഞ്ഞാൽ പൂർവമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഓർത്ത് ജനങ്ങൾക്ക് അപ്രകാരം പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ ഈ അവസ്ഥാമാറ്റങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ജിബ്രീലിൻ്റെ സാമീപ്യമുള്ള ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക.
ആ നിലക്ക് എല്ലാ നിലക്കും കൃത്യവും വ്യക്തവുമായ സുരക്ഷിതത്വത്തോടു കൂടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ജിബ്രീൽ അലൈഹിസ്സലാം വഹ്യ് എത്തിച്ച് നൽകിയിരുന്നത്. അത് അവിടുത്തെ ഹൃദയത്തിൽ കൃത്യമായി തന്നെ പതിഞ്ഞിരുന്നു എന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിൻ്റെ പ്രബോധകരാകുവാനും ഇസ്ലാമിനെ വെറുതെ ആക്ഷേപിക്കുന്ന വിമർശകന്മാരുടെ ഷെറിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷപ്പെടുത്തുവാൻ ആവശ്യമായ വിജ്ഞാനം നേടിയെടുക്കുവാനുമുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.